ക്വാർട്ടർലി ഉള്ള EPS ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് EPS എത്ര വേണം, നമുക്ക് 0ക്ക് മുകളിലായിരിക്കണം എന്ന മാക്സിമം എത്ര വേണേലും ആവാം. ആ മാക്സ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, 0ക്ക് മുകളിലായിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രൈമറി കണ്ടീഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? EMA, അതായത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജസ്. നമുക്കറിയാലോ, മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് സ്വിംഗ് സ്റ്റോക്കിന്, നമുക്ക് വലിയ ഗ്രോത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റോക്സിന് നമുക്ക് എന്താ പറയുക, ഒരിക്കലും നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി അത് ഗ്രോത്ത് പോയി കഴിയും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമുക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. കാരണം നമ്മൾ 1 വീക്ക് പീരീഡിൽ നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടുന്നത്, അല്ലേ? ഓൾറെഡി അതിൻ്റെ ഗെയിൻ കൊടുത്തു കഴിഞ്ഞ സ്റ്റോക്ക് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 50 EMAക്ക് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെയിലി ക്ലോസ്. നമ്മൾ എന്നാണോ ഈ ഫിൽട്ടർ നമ്മൾ റൺ ചെയ്യുന്നത്, ഐ മീൻ ഈ സ്കാനർ റൺ ചെയ്യുന്ന സമയത്ത് ഡെയിലി ക്ലോസ് എന്ന് പറയുന്നത്, വീക്ക്ലി ക്ലോസ് എന്ന് പറയുന്നത് 50 EMAക്ക് മുകളിലായിരിക്കണം, വീക്ക്ലി ക്ലോസ്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ അടുത്ത ഫിൽട്ടറിലേക്ക് പോവാം. ഫിൽട്ടറിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ EMA സെലക്ട് ചെയ്യുക. EMA സെലക്ട് ചെയ്തിട്ട് ടൈം ഫ്രെയിം നമുക്ക് ഡേ ടൈം ഫ്രെയിം കൊടുക്കുന്നു. EMA ലെങ്ത് ചോദിക്കുന്നുണ്ടോ, അത് 50 കൊടുക്കുക. 5ന് പകരം 50, ആദ്യം വരുന്നത് 5 ആയിരിക്കും. 50 സെലക്ട് ചെയ്യുക. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 50 EMAക്ക് മുകളിലായിരിക്കണം. 20 EMAക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഫാസ്റ്റ് മൂവിങ് ആണ്, നല്ലോണം ബുള്ളിഷ് ആയിട്ടുണ്ടാവും. അതും 5 EMAക്ക് മുകളിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്സ് ഒരുപാട് ഹൈയിലേക്ക് പോകും. നമ്മൾ അത്തരം സ്റ്റോക്സിൽ പോയിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ നമ്മൾ കറണ്ട് ക്ലോസ് എന്ന് പറയുന്നത് 50 ഡേക്ക് മുകളിലായിരിക്കണം. അപ്ലൈ കൊടുക്കുക. ഓക്കെ, സോ അടുത്തതിനി എന്താണുള്ളത്? ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ EMAയുടെ ഇനി കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് രീതി എന്താന്ന് പറഞ്ഞാൽ, EMA ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, EMA അഡ്വാൻസ്ഡിലേക്ക് പോവുക. അഡ്വാൻസ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ 50 ഡേ മൂവിങ് ആവറേജ് അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. ഈക്വൽ ടു എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, മോർ ദാൻ, അല്ലെങ്കിൽ മോർ ദാൻ കൊടുത്തിട്ട് എന്താണ് പാരാമീറ്റർ ക്ലോസ് പ്രൈസ്. നോക്കൂ, ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 50 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ആയിരിക്കണം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.